ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ പാർട്ട് ടൈം ആയിട്ട് ഒരു 3 മണിക്കൂർ സൊമാറ്റോയിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര രൂപ ഏണിങ്സ് കിട്ടും എന്നുള്ളതാണ്. ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സൊമാറ്റോ ആപ്ലിക്കേഷൻ്റെ രജിസ്ട്രേഷനും പിന്നെ മന്ത്ലി ഏണിങ്സ് ഒക്കെ ആയിട്ട്. അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും ചിലവെല്ലാം കഴിഞ്ഞിട്ട് എത്ര രൂപ ഒരു ദിവസം 3 മണിക്കൂർ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏണിങ്സ് കിട്ടും എന്നുള്ളത്. ഈ 3 മണിക്കൂറിൽ എത്ര ഓർഡറുകൾ കിട്ടും, അത് എങ്ങനെയാണ് ആക്സെപ്റ്റ് ചെയ്യുന്നത്, ഡെലിവറി ചെയ്യുന്നത്, അങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. നൈറ്റ് 9 മണി തൊട്ട് 12 മണി വരെയാണ് ഞാൻ ടൈം സ്ലോട്ട് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ CNGയുടെ ബൈക്കിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഞാനൊരു CNGയുടെ ബൈക്ക് എടുത്തായിരുന്നു. അതിൻ്റെ ഒരു റിവ്യൂ ചെയ്തിട്ടുണ്ട്, മൈലേജും കാര്യങ്ങളൊക്കെ ആയിട്ട്. മുന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും എന്ത് മൈലേജ് ഉണ്ടെന്നുള്ളതൊക്കെ. ഇപ്പോൾ ട്രിപ്പ് 1 CNG ഫില്ല് ചെയ്തിട്ട് ഞാനത് ട്രിപ്പ് 1 സെറ്റ് ചെയ്തിട്ടേക്കണെയാണ്. ട്രിപ്പ് 2 0 ആക്കാം. അതാവുമ്പോൾ ഇന്ന് വർക്ക് ചെയ്യുന്ന എത്ര കിലോമീറ്റർ ആയെന്ന് നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ട്രിപ്പ് 2 ഞാൻ 0 ആക്കി ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 8:45 ആയിട്ടുണ്ട്. അപ്പോൾ ആപ്ലിക്കേഷൻ ഓൺലൈൻ ആക്കിയിടാം. 8:45 ആകുമ്പോൾ നമുക്ക് ഓൺലൈൻ ആക്കിയിടാൻ പറ്റും. ഇപ്പോൾ ഗോ ഓൺലൈൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓർഡറുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ സമയത്ത് വന്നോളും. ഇപ്പോൾ എൻ്റെ ടൈം സ്ലോട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ടൈം സ്ലോട്ട് കാണിക്കും 9 തൊട്ട് 12 വരെയുള്ള ടൈമിലാണ് ഞാൻ ഗിഗ് ബുക്ക് ചെയ്തേക്കണത്. നമ്മൾ ടീഷർട്ടും ബാഗും മസ്റ്റായിട്ട് എടുത്തിരിക്കണം. ഇടയ്ക്ക് സെൽഫിയൊക്കെ ചോദിക്കും. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ ഒരു ഓർഡർ വന്നിട്ടുണ്ട്. 86 രൂപയാണ് ഇത് കാണിക്കണത്. ഐസ്ബർഗ് തിരുവാങ്കുളത്തു നിന്നാണ് ഓർഡർ വന്നേക്കണത്. ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്ന ലൊക്കേഷനിൽ നിന്ന് 2 കിലോമീറ്റർ ഉണ്ട്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു 3.4 കിലോമീറ്റർ ആയപ്പോഴാണ് എനിക്ക് ഓർഡർ വന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ആപ്ലിക്കേഷൻ അവിടെ നമ്മൾ റീച്ച്ഡ് പിക്കപ്പ് എന്ന് പറഞ്ഞ് കൊടുക്കുക. ഇപ്പോൾ സെൽഫി ചോദിക്കുന്നുണ്ട്. ഈ സമയത്താണ് നമ്മൾ മസ്റ്റായിട്ടും ആ ടീഷർട്ടിൻ്റെയും ബാഗിൻ്റെയും കാര്യം ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം. നമ്മുടെ ഓർഡർ ഓക്കെ ആയിട്ടില്ല. അപ്പോൾ ഞാനവിടെ ഓൾറെഡി വെയിറ്റിംഗ് ആണ്. ഓർഡർ റെഡി ആവുന്ന ടൈമിൽ റെസ്റ്റോറൻറ്റ് റെഡി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫോണിൽ ഓക്കെ ഐ ആം പിക്കിംഗ് എന്ന് പറഞ്ഞു വരും. അപ്പോൾ അങ്ങനെ വന്നായിരുന്നു. ഞാനത് കൊടുത്തിട്ടുണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സബ്മിറ്റ് കൊടുക്കുമ്പോൾ കസ്റ്റമറുടെ ലൊക്കേഷനും ഡീറ്റെയിൽസൊക്കെ കാണിക്കും. ഇതാണ് എനിക്ക് ഡെലിവറി ചെയ്യേണ്ട ഓർഡർ. ഇപ്പോൾ ഞാൻ ഓൾറെഡി കസ്റ്റമറുടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ലൊക്കേഷനിൽ എത്തിക്കഴിയുമ്പോൾ നമ്മുടെ ഫോണിൽ റീച്ച്ഡ് ഡ്രോപ്പ് കൊടുക്കുക. റീച്ച്ഡ് ഡ്രോപ്പ് കൊടുത്തു കഴിയുമ്പോൾ ഒരു കോൾ ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കും. അത് കോൾ ബട്ടൺ ഞെക്കുമ്പോൾ 2 നമ്പർ കാണിക്കും. അതിനകത്ത് നമുക്ക് ഏതെങ്കിലും നമ്പറിൽ നിന്ന് കോൾ ചെയ്യാം. ചില സമയത്ത് കസ്റ്റമർ അവിടെ വെയിറ്റ് ചെയ്യണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഡയറക്റ്റ് കൊടുത്താൽ മതി. അഥവാ കസ്റ്റമറെ കണ്ടില്ലെങ്കിൽ നമുക്ക് കോൾ ചെയ്തിട്ട് അവരിങ്ങോട്ട് വന്നോളും. ഇപ്പോൾ ഞാൻ കസ്റ്റമർക്ക് ഓർഡർ ഡെലിവറി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് കൊടുത്തു കഴിയുമ്പോൾ ഓർഡർ ഡെലിവേർഡ് എന്ന് പറഞ്ഞ് കൊടുക്കുക. എന്നാലാണ് നമ്മുടെ ഓർഡർ കംപ്ലീറ്റ് ആവുകയുള്ളൂ. ഇപ്പോൾ ഇതിനകത്ത് 86 + 13 ഉണ്ട്. 13 എനിക്ക് റിട്ടേൺ പേ ആണ്. അടുത്ത് റെസ്റ്റോറൻ്റ് ഒന്നും ഇല്ലെങ്കിൽ അവിടം വരെ പോകാനുള്ള ക്യാഷാണ് നമുക്ക് റിട്ടേൺ പേ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പോരുന്ന വഴിക്ക് ഉദയംപേരൂർ സുനഹദോസ് പള്ളിയുടെ അവിടെ എത്തി. അപ്പോൾ ഞാൻ സാധാരണ ഇവിടെ വന്ന സമയത്ത് ഈ ഭാഗത്തൊക്കെ എത്തുമ്പോൾ ഞാനിവിടെ വെയിറ്റ് ചെയ്യും. കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കും. ചില സാഹചര്യങ്ങളിൽ ഇവിടെ വെച്ച് ഓർഡറൊക്കെ കിട്ടാറുണ്ട്. ഇപ്പോൾ അങ്ങനെ നിൽക്കണതാണ്. അങ്ങനെ നിന്നപ്പോൾ ഇപ്പോൾ ഓർഡർ വന്നിട്ടുണ്ട്. ഓർഡർ എവിടെ നിന്നാണെന്ന് നോക്കട്ടെ കേട്ടോ. ഇത് biryani.com എന്നാണ് വന്നേക്കുന്നത്. 57 രൂപയുടെ ഓർഡറാണ്. 6 കിലോമീറ്ററാണ് നമുക്ക് കൊടുക്കേണ്ടത്. നമ്മുടെ ഇവിടെ നിന്നൊരു 2 സംതിങ് കിലോമീറ്റർ ഉണ്ട്. ഞാൻ അവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ റീച്ച്ഡ് ഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട്. റീച്ച്ഡ് ഡ്രോപ്പ് കൊടുത്തപ്പോൾ അവിടെ ഓർഡർ റെഡി ആയതുകൊണ്ട് ഐ ആം പിക്കിങ് കാണിക്കുന്നുണ്ട്. ഇതാ biryani.com ആണിത്. ഇപ്പോൾ ഞാനത് ഡെലിവറി ചെയ്തിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ അടുത്ത ഓർഡർ വന്നു. അതും നമുക്ക് അടുത്ത് കഫേ സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ട് തൃപ്പൂണിത്തുറ അവിടെ നിന്ന് വന്നേക്കണത്. അത് 27 രൂപയുടെ ഓർഡറാണ്. റീച്ച്ഡ് പിക്കപ്പ് കൊടുക്കുക. അതിന് വെയിറ്റിംഗ് ഉണ്ട്. 1 മിനിറ്റാണ് ഞാൻ കാണിക്കണേ. അപ്പോൾ ആരോ ടിപ്പ് ഇട്ടിട്ടുണ്ട്. ഒരു 20 രൂപ നമുക്ക് ടിപ്പ് കിട്ടിയിട്ടുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഞാൻ ആ ഓർഡർ ഞാൻ കൊടുത്തിട്ടുണ്ട്, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 48 രൂപ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ സമയത്ത് സെൽഫി എടുക്കാൻ പറഞ്ഞു വന്നിട്ടുണ്ട്. നമ്മൾ സെൽഫി ഒന്നും മിസ്സാക്കരുത്, അതൊക്കെ ഭയങ്കര പ്രോബ്ലം വരും കേട്ടോ. പിന്നെ ഇപ്പോൾ അടുത്ത ഓർഡർ വന്നിട്ടുണ്ട്. അതും biryani.com നിന്ന് 64 രൂപയുടെ ഒരു ഓർഡറാണ് വന്നേക്കുന്നത്. അപ്പോൾ അത് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു ഈ ടൈമിലൊക്കെ. ഈ 63 രൂപയുടെ ഇത് ഓർഡർ കഴിഞ്ഞപ്പോൾ എനിക്ക് റിട്ടേൺ പേ കിട്ടിയിട്ടുണ്ട് അതിനകത്തും. പിന്നെ വേറൊരു ഓർഡർ biryani.com നിന്ന് തന്നെയാണ് വന്നേക്കണത്. 25 രൂപയുടെ ചെറിയൊരു ഓർഡറാണ്. അതും അടുത്ത് തന്നെ കൊടുക്കേണ്ടത്. അപ്പോൾ ആ സമയത്ത് നല്ല മഴയുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുകയാണ്. എന്തായാലും ആ ഓർഡർ കിട്ടിയിട്ടുണ്ട്. എന്തായാലും കൊടുത്തിട്ട് വരാം. അതിപ്പോൾ കൊടുത്തു കഴിഞ്ഞ് വന്ന വഴിക്ക് വേറൊരു ഓർഡർ വന്നിട്ടുണ്ട്. കൊട്ടാരം മരടിയിൽ നിന്നാണ് നമുക്ക് ഓർഡർ വന്നേക്കുന്നത്. 22-ൻ്റെയാണ്. ആ സമയത്ത് ഏകദേശം നല്ല മഴ പെയ്തിട്ടുണ്ട്. അപ്പോൾ അന്നേരം നമുക്ക് റെയിൻ സർജ് കിട്ടിയിട്ടുണ്ട്. അത് ഡെലിവറി ചെയ്ത് കഴിഞ്ഞപ്പോൾ അടുത്ത ഓർഡർ വന്നതാണ്. ഒരു 37 18 രൂപ റെയിൻ സർജും കിട്ടിയിട്ടുണ്ട്. ഓർഡർ ഞാൻ പിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി എന്തായാലും ലൊക്കേഷനിലോട്ട് പോകും. ആ സമയത്ത് നല്ല മഴയായിരുന്നു. നല്ല മഴയും നല്ല ഇടിവെട്ടും ഉണ്ടായിരുന്നു.
നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. നല്ല മഴയുണ്ട്, കണ്ടോ, നല്ല ഇടിവെട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം അവിടെ നിന്ന് കുറച്ച് കിലോമീറ്റർ ഉണ്ടായിരുന്നു. നല്ല മഴയായതുകൊണ്ട് ആ ഓർഡർ കംപ്ലീറ്റ് ചെയ്യുന്ന വീഡിയോ എനിക്ക് കിട്ടിയിട്ടില്ല. ഇത് നിലവിൽ അത് കഴിഞ്ഞ് അവിടെ നിൽക്കുന്ന സമയത്ത് വേറൊരു ഓർഡർ വന്നായിരുന്നു. എനിക്ക് ആ ലൊക്കേഷനിൽ നിന്ന് തന്നെ 74 രൂപ പ്ലസ് 23 രൂപ റെയിൻ ചാർജും കിട്ടി. അതെൻ്റെ വീടിനടുത്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ഓർഡർ കംപ്ലീറ്റ് ചെയ്തപ്പോൾ അതിന് 98 രൂപ കിട്ടി. ഇതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ആയപ്പോൾ നല്ല വിശപ്പായിരിക്കും ഈ ടൈമിൽ ഭക്ഷണം കഴിക്കുന്നത് നല്ലൊരു ശീലമല്ല, ഇത് പ്രോത്സാഹിപ്പിക്കുകയല്ല. കാരണം കാശ് പോണ വഴി അറിയില്ല. പിന്നെ ആ നേരത്ത് ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരീരത്തിൽ പിടിക്കുകയില്ല. നമ്മൾ ഇപ്പോൾ ലേറ്റായിട്ടല്ലേ ഫുഡ് കഴിക്കുന്നത്, അതിൻ്റെ ഒരു പ്രോബ്ലം കൂടെ വരും. നമുക്ക് അങ്ങനെയുള്ള ശീലങ്ങൾ ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ടൈമിലൊക്കെ ഭക്ഷണം കഴിച്ച് നമ്മുടെ കാശ് കളയും. അപ്പോൾ അതൊരു ലെമൺ ടീയിൽ ഞാൻ ഒതുക്കി. ഇപ്പോൾ ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. 90 കിലോമീറ്റർ ടോട്ടൽ ഇന്ന് റൂട്ട്. ട്രിപ്പ് 2 നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാനത് 0 ആക്കിയിട്ട് ട്രിപ്പ് 2 ഞാൻ 0 ആക്കിയത്. ഇപ്പോൾ ടൈം നോക്കുവാണെങ്കിൽ 12:57 1 മണി ആയിട്ടോ. ഇത് 5 മിനിറ്റ് സ്ലോയാണ്. ഇപ്പോൾ 1 മണി കഴിഞ്ഞ് ഇപ്പോൾ 90 കിലോമീറ്റർ ഞാൻ പോയിട്ടുണ്ട്. ഇനി എത്ര രൂപ നമുക്ക് കിട്ടി, പിന്നെ ഇത് ലാഭമായിരുന്നോ നഷ്ടമായിരുന്നോ എന്നൊക്കെ ഞാനിപ്പോൾ നോക്കിയിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ഇതിനകത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്നത്തെ ഡേറ്റ് വെച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഡർ ട്രിപ്പ് ഏണിങ്സ് എന്ന് പറഞ്ഞത് ടോട്ടൽ നമുക്ക് കിട്ടിയ ക്യാഷ് ആട്ടോ. അത് നോക്കുമ്പോൾ അറിയാൻ പറ്റും. 98 ലാസ്റ്റത്തെ, അതായത് പിറ്റേ ദിവസത്തെ കണക്കിൽ അത് വരുള്ളൂ. കാരണം അതെനിക്ക് 12 മണിക്ക് ശേഷം വന്നത്. അപ്പോൾ നെക്സ്റ്റ് ഡേയിൽ ഇതിലായിട്ടാണ് കൂട്ടുള്ളൂ 98 രൂപ ലാസ്റ്റ് വന്ന ഓർഡർ. ഇപ്പോൾ ടോട്ടൽ ഏണിങ്സ് നോക്കുവാണെങ്കിൽ 7-ാം തീയതിയുടെ ഡേറ്റ് നോക്കുമ്പോൾ 383 രൂപ 7-ാം തീയതി കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റ് വന്ന 98 രൂപ 8-ാം തീയതി ഡേറ്റിലോട്ടാണ് ആയിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് 383 പ്ലസ് 98 നോക്കുവാണെങ്കിൽ 481 രൂപ എനിക്ക് ടോട്ടൽ ട്രിപ്പ് ഏണിങ്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതിനകത്തൊരു 90 രൂപ CNGക്ക് പോയിട്ടുണ്ടെങ്കിൽ 391 രൂപ. പിന്നെ ഒരു ചായയുടെ കാശ് അതൊരു 10 രൂപ 15 രൂപയുടെ അടുത്തും പോകും. അങ്ങനെ ടോട്ടൽ നോക്കുവാണെങ്കിൽ 376 രൂപ എനിക്ക് ഈ 3 മണിക്കൂർ വർക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഒരു 7 മണിയൊക്കെ തുടങ്ങി വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്രയും കൂടെ കൂടുതൽ ഏണിങ്സ് നമുക്ക് ലഭിക്കും കേട്ടോ. അതിപ്പോൾ മഴയുള്ളത് കൊണ്ടാണ് എനിക്കിപ്പോൾ ഈ ഇത്രയും ടൈമിൽ എനിക്ക് ഇത്രയും ഏണിങ്സ് കിട്ടിയത്. എന്തായാലും പാർട്ട് ടൈമായിട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനൊരു ഫുൾ ഡേ വർക്ക് ചെയ്യുന്ന വീഡിയോയും കൂടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കൂടെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ വർക്ക് ചെയ്യുക. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം.